പകുതി വിലയ്ക്ക് വാഹനങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞു നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ ഇരകളായി ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമല സ്വദേശികളും. ചൂരൽമല സ്വദേശിയായ ജമാലിന്റെ മകളുടെ പേരിലാണ് സ്കൂട്ടർ വാങ്ങാൻ അപേക്ഷ നൽകിയത്. ഇപ്പോഴും സ്കൂട്ടർ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട് കാണാം. പകുതി വിലയ്ക്ക് വാഹനങ്ങളും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും നൽകാമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സാമ്പത്തിക അപഹരണം നടത്തിയ സ്ഥലം വയനാട്ടിലുമുണ്ട്. വയനാട്ടിൽ പല മേഖലയിൽ ഇത്തരത്തിൽ പരാതികൾ ഉയരുന്നുമുണ്ട്. ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ ജമാൽ എന്ന് പറയുന്ന ആൾ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഒരു സ്കൂട്ടറിനാണ് അപേക്ഷ നൽകിയത്. ആ സ്കൂട്ടറിന് അപേക്ഷ നൽകുകയും ഒപ്പം തന്നെ പണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരം അനുഭവം ജമാൽ തന്നെ പറയും. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉരുൾ പൊട്ടിയിട്ട് ഇവിടെ താമസിക്കാൻ പറ്റാതെ ഞങ്ങൾ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കാപ്പൻകൊല്ലിയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എസ്റ്റേറ്റിലാണ് ജോലിക്ക് വരുന്നത്. ജോലിക്ക് വരാൻ പ്രയാസമായപ്പോൾ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ബസ്സൊന്നും കിട്ടാതെ അപ്പോൾ ഇങ്ങനെ പകുതി വിലയ്ക്ക് സ്കൂട്ടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് കടം മേടിച്ചിട്ട് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട് അതൊക്കെ ബാങ്കിലൊക്കെ വെച്ച് അതൊക്കെ പണിക്ക് വന്നിട്ട് കടം വീട്ടാന്നെല്ലാം പറഞ്ഞ് ഒരു 60,000 റുപ്യ ബാങ്ക് മുഖാന്തരം അടയ്ക്കുകയും ചെയ്തു. അക്ഷയ മുഖാന്തരം 5,000 റുപ്യ, അങ്ങനെ 65,000 റുപ്യ കടം വാങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ വണ്ടിക്ക് കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് വരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് ഇത്ര ഇതായിട്ടും ജോലിക്ക് വരാൻ വണ്ടി കിട്ടാത്തൊരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്. കാരണം ആ വണ്ടിക്ക് വേണ്ടിയിട്ട് പൈസ മേടിച്ച കടം വീട്ടിയിട്ടില്ല ഇതുവരെ. ഈ ജോലിക്ക് വന്നിട്ട് വേണം കടം വീട്ടാൻ. പക്ഷെ വണ്ടി കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത്. ജമാലിനും കുടുംബത്തിനും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മകളുടെ പേരിലാണ് ഇവർ വാഹനത്തിന് വേണ്ടി 65,000 രൂപ നൽകിയത്. പക്ഷേ വാഹനമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ വയനാട്ടിൽ പലയിടത്തും മാനന്തവാടിയിൽ മാത്രം 200ഓളം പേർ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാണ്. ഇവരിപ്പോഴും പ്രതീക്ഷയിലാണ്, വാഹനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ എന്താകും ഇനി നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. SP-ക്ക് തന്നെ 20ഓളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവർ പരാതികളൊന്നും നൽകിയിട്ടില്ല. സ്വാഭാവികമായി ഇവർ ഇപ്പോഴും പ്രതീക്ഷയിലാണ് വാഹനം കിട്ടുമെന്നുള്ളത്. കാരണം ഈ ദുരന്തബാധിത പ്രദേശത്തുള്ള ആളുകളാണ് ഇവർ. ഇത്തരത്തിലുള്ള ആളുകൾ പോലും ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വയനാട് ചൂരൽമല സ്വദേശികളാണ് ഈ തട്ടിപ്പിനിരയായിട്ടുള്ളത് എന്നുള്ളതാണ്. ആ തട്ടിപ്പ് നടന്നത് ഏത് വർഷമാണ് എന്നുള്ളതല്ലേ, അത് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. എങ്കിൽ പോലും ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ ഇടങ്ങളിൽ നിന്നും ഇങ്ങനെ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ പുറത്തായി കഴിഞ്ഞപ്പോൾ ഇപ്പം നേരത്തെ ശ്യാമ അവിടെ നിൽക്കുമ്പോൾ പലരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തട്ടിപ്പിനിരയായി കേസ് കൊടുക്കണോ കൊടുക്കാതെ. പ്രസക്തമായ കാര്യമാണ്. 2000 FIR അന്വേഷണം നടത്തണമെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ മറ്റു പണിയൊന്നും ചെയ്യാനാകാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ ഒരു വശത്ത് സ്മിത ചേച്ചി പറഞ്ഞ പോലെ ഈ നേതാക്കന്മാരുടെ കൂടെ ഉള്ള ഫോട്ടോ കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇത്രയധികം നേതാക്കന്മാരുടെ കൂടെ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്ത് എങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനീ വ്യക്തി. മാത്രമല്ല ഈ നേതാക്കന്മാർക്ക് ഈ ഫോട്ടോ എടുക്കുന്നത് തടയാൻ പറ്റില്ല. അവർ എത്രയോ പേരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതാണ്. പിന്നെ ഇതിൽ ഈ പറയുന്നത് പോലെ അവരെയും ചിലപ്പോൾ എന്താണ് പറഞ്ഞ് ധരിപ്പിച്ച് ഇതിന്റെ ഭാഗമാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ പ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണൻ ഒരു വലിയ തട്ടിപ്പ് വീരനാണ് അല്ലെ, സംശയമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ മുടിയൊക്കെ കളഞ്ഞ് വേറൊരു വേഷത്തിലൊക്കെയാണ്